പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത നീതി ആയോഗ് യോഗയിൽ നിന്നും നിതീഷ് കുമാർ വിട്ടുനിന്നത് വലിയ ചർച്ചയായി മാറുന്നു. നിതീഷ് കുമാർ മനഃപൂർവ്വം വിട്ടുനിന്നതാണ് എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. നിതീഷ് കുമാർ മോദിയെ താങ്ങുന്നതിലൂടെ ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകണം, പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണം. ബീഹാറിന് പ്രത്യേക പദവി കൊടുത്തില്ല മോദി സർക്കാർ. അതേസമയം പണം വാരിക്കോരി കൊടുത്തു. കേരളത്തിനൊരു ചെക്ക് കിട്ടിയില്ല, എന്നാൽ ബീഹാറിന് ധാരാളം പണം കിട്ടി. അങ്ങനെ നിതീഷ് കുമാറിനെ ഒതുക്കാനായിരുന്നു മോദി തീരുമാനിച്ചത്. പക്ഷേ നിതീഷ് കുമാർ ഇപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നിതീഷ് കുമാറിന് പറ്റില്ല. കാരണം ബീഹാറിന് പ്രത്യേക പദവി ലഭിച്ചില്ല. ബീഹാറിന് പ്രത്യേക പദവി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നിതീഷ് കുമാറിന്റെ ഒരാവശ്യവും പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒഴികെയുള്ള ഒരാവശ്യവും കേന്ദ്ര സർക്കാർ നിറവേറ്റിയതുമില്ല. ഇതിലൂടെ വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നിതീഷ് കുമാർ പോയിരിക്കുന്നത്. അവിടെ ബീഹാറികളുടെ അടുത്ത് എന്നാൽ അവർ കല്ലെറിയും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ ആകെ മൊത്തം അങ്കലാപ്പിൽ ആയിരിക്കുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ പറയുന്നു 2025 ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതിനു മുമ്പ് ബീഹാറിന് പ്രത്യേക പദവി ലഭിച്ചില്ലെങ്കിൽ ഇനി മോദിയെ താങ്ങി നിർത്താൻ പറ്റില്ല. അതായത് മോദി മന്ത്രിസഭയുടെ ആയുസ് വെറും 1 വർഷം മാത്രം. 1 വർഷത്തിനുള്ളിൽ മോദി സർക്കാരിനെ വലിച്ച് താഴെയിടും എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേക പദവി അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് ലഭിച്ചില്ല, അദ്ദേഹം ആവശ്യപ്പെട്ടതൊന്നും ലഭിച്ചില്ല, അദ്ദേഹത്തിന്റെ എംപിമാർക്ക് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവികൾ ലഭിച്ചില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മോദി സർക്കാരിന്റെ ആയുസ് ഇനി വളരെ ബുദ്ധിമുട്ടിലൂടെ ആകും കടന്നുപോകുന്നത്. മോദി സർക്കാരിന്റെ ആയുസ് ഇനി തീരുമാനിക്കുന്നത് നിതീഷ് കുമാർ ആയിരിക്കും. അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നരേന്ദ്രമോദി നൽകിയത്. വലിയ തിരിച്ചടിയെന്ന് വേണമെങ്കിൽ പറയാം. ബീഹാറിന് പ്രത്യേക പദവി നൽകാത്തത് ആദ്യത്തെ തിരിച്ചടി. പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകി നിതീഷ് കുമാറിനെ ഒതുക്കിയത് രണ്ടാമത്തെ തിരിച്ചടി. മൂന്നാമത്തെ തിരിച്ചടി ബീഹാറികൾ ഒന്നടക്കം നിതീഷ് കുമാറിന് എതിരാണ്. നിതീഷ് കുമാറിന് എതിരായി ബീഹാറികൾ ഒന്നടക്കം മാറിയിരിക്കുന്നു. നിതീഷ് കുമാർ ബീഹാറികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന സത്യം ബീഹാറികളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ബീഹാറിലെ പ്രതിപക്ഷമാണ്. നിതീഷ് കുമാറിന്റെ ഈ ഗതികേട് ആയുധമാക്കാൻ ഒരുങ്ങിയാണ് RJDയും കോൺഗ്രസും എല്ലാം.